രമേശ് ചെന്നിത്തലയെ പരിഹസിച്ച് കെ മുരളീധരൻ. ചെന്നിത്തല പോകുന്നിടത്ത് ആള് കൂടുന്നതുകൊണ്ട് വലിയ കഥയൊന്നുമില്ല. എല്ലാവരും പുകഴ്ത്താറുണ്ട്, ആരെയും ഇകഴ്ത്തില്ല. ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രി ആവില്ലെന്നും മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. അതിപ്പോൾ എല്ലാവരും പുകഴ്ത്താറൊക്കെയുണ്ട്, എല്ലാവരും പുകഴ്ത്താറൊക്കെയുണ്ട്, ആരും എഴുത്താറൊന്നുമില്ല. അതുകൊണ്ട് ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രി ആവില്ല. അതിന് കോൺഗ്രസ്സിന് ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭൂരിപക്ഷം നോക്കണം, ഡൽഹിയുടെ അഭിപ്രായം അറിയണം. അപ്പോൾ ആ തീരുമാനം ഞാൻ പറഞ്ഞില്ല, മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി ഉള്ളപ്പോൾ ഇത് ഇവിടെ വെറുതെ ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. വിളിക്കുന്ന സ്ഥലത്ത് എല്ലാവരും പോവും, ഞങ്ങളും പോവാറൊക്കെയുണ്ട്. പിന്നെ ചെന്നിത്തല പോകുമ്പോൾ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ, ഞങ്ങളൊന്നും പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ജോഷില ചേരുന്നു. ജോഷില, ഇതാണ് മുരളീധരൻ്റെ പരാതി. ചെന്നിത്തല പോകുമ്പോൾ മാത്രമേ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുള്ളൂ, മുരളീധരൻ പോകുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. എന്തായാലും ചെന്നിത്തലയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായും ചെന്നിത്തലയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം എന്ന് തന്നെ വേണം പറയാൻ. കാരണം ചെന്നിത്തല പോകുന്നിടത്തൊക്കെ ആളുകൾ കൂടുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് ചെന്നിത്തല, അതായത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾക്കിടയിൽ ചർച്ച നടത്തിയോ, അതോ ചെന്നിത്തല ആ ഒരു രീതിയിലേക്കാണോ പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് ആള് കൂടുന്നത് കൊണ്ട് മുഖ്യമന്ത്രി ആവണമെന്നില്ല, ആള് കൂടുന്നത് കൊണ്ട് വലിയ കഥയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ മുരളീധരൻ തുടങ്ങിയത് തന്നെ. അദ്ദേഹം പറഞ്ഞത് എല്ലാവരും പുകഴ്ത്താറുണ്ട്, ആരെങ്കിലും പുകഴ്ത്തിയത് കൊണ്ട് മുഖ്യമന്ത്രി ആവണം എന്നില്ല. കോൺഗ്രസിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, ഡൽഹിയിൽ നിന്നും ഹൈക്കമാൻഡാണ് ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ഒന്നും ഇപ്പോൾ പ്രസക്തിയില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല മറ്റൊരു കാര്യം പറഞ്ഞത്, ആദ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ നോക്കണം, എന്നിട്ട് മാത്രമാണ് മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെക്കുറിച്ച് വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ്. ഇതിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ വിജയ സാധ്യതയുള്ളൂ. ഞാനൊക്കെ പണ്ട് പോകുമ്പോഴൊക്കെ ഒരുപാട് ആളുകൾ വരാറുണ്ട്, അതൊന്നും നിങ്ങൾ ഇപ്പോൾ പോകുമ്പോഴും എനിക്കുള്ള ആളുകളൊക്കെ എൻ്റെ കൂടെ തന്നെ വരാറുണ്ട്. എന്നാൽ നിങ്ങളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ചെന്നിത്തല പോകുമ്പോൾ മാത്രമേ എല്ലാവരും ശ്രദ്ധിക്കുന്നുള്ളൂ, അതാണ് പ്രശ്നം. ആള് കൂടിയത് കൊണ്ടൊന്നും മുഖ്യമന്ത്രി ആവില്ല, ആരെങ്കിലും പുകഴ്ത്തിയത് കൊണ്ടൊന്നും മുഖ്യമന്ത്രി ആവില്ല എന്ന് തന്നെയാണ് ഇന്ന് കെ മുരളീധരൻ പറഞ്ഞു വെച്ചത്. ചെന്നിത്തലയ്ക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ വി ഡി സതീശനെ അടക്കം ഇകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. വി ഡി സതീശനും പല സമുദായ പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്, ചെന്നിത്തലയും ഇത്തരത്തിൽ സമുദായ പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് എന്ന് വെച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല ഇത് എന്നുള്ളത് തന്നെയാണ് കെ മുരളീധരൻ ഇന്ന് പറഞ്ഞു വെച്ചത്. ഷമി. ജോഷില, ഈ സാമുദായിക സംഘടനകളാണ് ഇവരെ ചെന്നിത്തലയെ വിളിച്ചിരിക്കുന്നതെല്ലാം. ആദ്യം NSS വിളിക്കുന്നു, പിന്നെ SNDPയുടെ ഒരു പരിപാടിക്ക് വിളിക്കുന്നു, ഇപ്പോൾ സമസ്തയുടെ ഒരു പരിപാടിക്ക് വിളിക്കുന്നു. അങ്ങനെ ഈ സാമുദായിക നേതാക്കളെല്ലാം കൂടി തീരുമാനിച്ചാൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആകും എന്നൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം മുരളീധരൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ? ഷമി, മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം, തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ആദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ നോക്കൂ എന്നുള്ളതാണ്. അതിന് കോൺഗ്രസ് തന്നെ ഒറ്റക്കെട്ടായി നിൽക്കണം, അതിനുശേഷം മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ച ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. അത് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതല്ല. അതുപോലെ തന്നെ മുന്നണി വികസനത്തെക്കുറിച്ച് ആദ്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. പാർട്ടി വിട്ടുപോയ അല്ലെങ്കിൽ UDF വിട്ടുപോയ മുന്നണികളെയൊക്കെ തിരിച്ചു വരണം എന്ന് ആദ്യം പറഞ്ഞത് ഞാനാണ്, അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് കെ മുരളീധരൻ പറഞ്ഞു വെച്ചത്. മാത്രമല്ല സമുദായ സംഘടനകളൊക്കെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്നുള്ള ഒരു സാധ്യതയോ അല്ലെങ്കിൽ തോന്നലോ ഉണ്ടായാൽ സമുദായ സംഘടനാ നേതാക്കളൊക്കെ തന്നെ അടുത്തുകൂടും എന്നുള്ളത് ഇന്നലെ ചെന്നിത്തലയും പറഞ്ഞതാണ്. അത് തന്നെയാണ് മുരളീധരനും ആവർത്തിച്ചുള്ളത്. ആളുകൾ അങ്ങനെ അടുത്തുകൂടുകയൊക്കെ ചെയ്യും. എന്നാൽ പോലും ആള് കൂടുന്നത് കണ്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്നില്ല, ആള് കൂടുന്നതല്ല മുഖ്യമന്ത്രി ആവാനുള്ള യോഗ്യത എന്ന് തന്നെയാണ് ഇന്ന് കെ മുരളീധരൻ പറഞ്ഞു വെച്ചത്. മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ അതൊക്കെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്, ഡൽഹിയിൽ വെച്ചാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. ഞാൻ പോകുന്നിടത്തും ആളുകളൊക്കെ വരാറുണ്ട്, നിങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. എനിക്ക് പണ്ടേയുള്ള ആളുകൾ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യവും, അതായത് എനിക്കിപ്പോഴും ശക്തിയുണ്ട്, ഞാനിപ്പോഴും പ്രബലൻ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കാൻ കെ മുരളീധരൻ മറന്നില്ല എന്നുള്ളത് കൂടിയാണ് ശ്രദ്ധേയമായത്. വി ഡി സതീശനെയും ചെന്നിത്തലയെയും തള്ളുമ്പോഴും തൻ്റെ കാര്യം കൂടി ഉറപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷമി.
തീർച്ചയായും ജോഷില, കോൺഗ്രസിൽ ഓരോ നേതാവും ഓരോ ഗ്രൂപ്പായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മുരളീധരൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ജോഷിലയാണ് വിശദാംശങ്ങൾ നൽകിയത്.